പരിശുദ്ധ കുർബാനയിലുള്ള ആഴമേറിയ വിശ്വാസം ഇന്ന് അനേകർക്ക് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന നാളുകളാണിത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ അപ്പക്കഷ്ണം എങ്ങനെ ജീവിക്കുന്ന കർത്താവായിട്ട് മാറും? എങ്ങനെ ഈ ഓസ്തി കഷ്ണം, ഈ അപ്പം എങ്ങനെ കർത്താവിൻ്റെ രക്തശരീരങ്ങളായി രൂപപ്പെടും? നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച ആശയങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ശുദ്ധ മണ്ടത്തരമായ നമുക്കൊക്കെ അനേകർക്ക് തോന്നുകയാണ്. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് യേശുവിൻ്റെ യഥാർത്ഥ രക്തവും ശരീരവുമാണെന്ന് അവർക്ക് ആഴപ്പെട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനേകം മുതിർന്നവർക്കും നമ്മളിൽ അനേകർക്ക് സംഗതി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വേണ്ട ആ ഒരു വിശ്വാസവും ആഴമേറിയ ബോധ്യവും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള കൃത്യമായ റെവലേഷനും ഇന്ന് ഒത്തിരി പേർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വൈദികർക്ക് പോലും അവർ പരിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുന്നവരാണ്, കർത്താവിൻ്റെ രക്തശരീരങ്ങൾ പങ്കുവെച്ച് നമുക്ക് തരുന്നവരാണ്. അതിൽ പല വൈദികർക്കും തിരുവോസ്തിയിൽ ജീവിക്കുന്ന യേശുവാണെന്നും ഇത് യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമാണെന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല വൈദികരും പോലും സംശയത്തിന് നിഴലിലാണ്. അവർ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതെങ്ങനെ ഈശോയായിട്ട് മാറും? ഈ അപ്പം, ഈ ഗോതമ്പിന്റെ അപ്പം എങ്ങനെ കർത്താവിൻ്റെ ശരീരവും രക്തവുമായി രൂപപ്പെടും? തിയോളജി പഠിച്ചിട്ടുണ്ട്, അനേകം ദൈവശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അനേകം പ്രസംഗങ്ങളും പ്രഘോഷണങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ചങ്ക തുറന്ന് ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവമായ കർത്താവ് മോശെ പ്രവാചകനോട് പറഞ്ഞു, മോശേ, നീ എൻ്റെ ജനത്തോട് പറയണം, എൻ്റെ ജനത്തിന്റെ ഇടയിൽ എനിക്ക് വസിക്കുവാനായി അവർ ഒരു വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. പുറപ്പാട് പുസ്തകം 25:8 നമ്മൾ ആ വചനം വായിച്ചു. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8. 25:8 എന്താ കണ്ടത്? അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജനത്തോടു കൂടെ വസിക്കുവാൻ, എൻ്റെ ജനത്തോടു കൂടെ ആയിരിക്കുവാൻ ഒരു വിശുദ്ധ കൂടാരം അവർ സജ്ജമാക്കണം. എന്നാൽ പുതിയ നിയമത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വെളിപാട് പുസ്തകം 21:3 ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? സിംഹാസനത്തിൽ നിന്നൊരു വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. സഹോദരങ്ങളെ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ, തന്റെ ജനത്തോടുകൂടെ പരിശുദ്ധ കുർബാനയായി, ദിവ്യകാരുണ്യമായി, സ്നേഹത്തിന്റെ കുദാശയായി യുഗാന്ത്യം വരെ നമ്മോട് കൂടെയായിരിക്കുവാൻ കർത്താവ് പരിശുദ്ധ കുർബാനയായി, ദൈവത്തിന്റെ കൂടാരമായി നമ്മുടെ മധ്യേ വസിച്ച് നമ്മോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ശക്തിയും മഹത്വവും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കർത്താവ് നമ്മളെ വിട്ടുപിരിയാതെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ അവിടുന്ന് സന്നിഹിതനാണ്, നമ്മോടൊപ്പം അവിടുന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 6:27 യേശു പറഞ്ഞു. എന്താ ഈശോ പഠിപ്പിച്ചത്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നിത്യജീവൻ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്റെ സഹോദരങ്ങളെ, നിത്യജീവന്റെ അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ നിത്യം നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് തന്റെ രക്തശരീരങ്ങൾ നമുക്കായി സമ്മാനിക്കുകയാണ്. നിത്യജീവന്റെ
അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളായിട്ട് മാറ്റപ്പെടണം. ഇന്ന് എന്തുകൊണ്ടാണ് അനേകരെ പിശാച് പല പാപത്തിൽ വീഴ്ത്തിക്കളയുന്നത്, അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുപാട് തകർച്ചയുടെ നാശത്തിന്റെ വക്കിലാണ്. പല സമർപ്പിതരുടെ സമർപ്പണം നഷ്ടപ്പെട്ടു പോകുന്നു. പല ബഹുമാനപ്പെട്ട വന്യവൈദികരും പൗരോഹിത്യ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നഷ്ടപ്പെട്ടവരായി തീരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതിനെല്ലാം ഒരു പ്രധാന അടിസ്ഥാന കാരണം എന്താ? പരിശുദ്ധ കുർബാനയിലല്ല നമ്മുടെ ജീവിതങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, പരിശുദ്ധ കുർബാനയിലല്ല നമ്മുടെ ജീവിതങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നത്. ഫുൾട്ടൻ ജംഗ്ഷൻ എന്ന് പറയുന്ന അടുത്തപ്പെട്ട അമേരിക്കയിൽ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പരിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതം നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ അന്വേഷിച്ച് പോകുവാൻ നിന്റെ ജീവിതത്തിന്റെ കയറിന് നീളമുണ്ടാവുകയില്ല. വളരെ പവർഫുള്ളായ ഒരു വാക്കാണിത്. പരിശുദ്ധ കുർബാനയിലാണോ സഹോദര സഹോദരി എന്റെയും നിന്റെയും ജീവിതം കെട്ടിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ കയറ് നമ്മൾ എവിടെയാ കെട്ടിയിരിക്കുന്നത്? ലോകത്തിലാണോ? ലോകമോഹങ്ങളിലാണോ? നൈമിഷികമായ പാപസുഖങ്ങളിലാണോ? മ്ലേച്ഛതകളിലാണോ? ലോകത്തിന്റെ ഇമ്പങ്ങളിലാണോ? നമ്മൾ ശ്രദ്ധിക്കണമേ. സക്രാരിയിൽ, ദിവ്യകാരുണ്യത്തിൽ, പരിശുദ്ധ കുർബാനയിൽ എന്റെയും നിന്റെയും ജീവിതം നാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും ഒരു അന്ധകാര പോരിനും എന്നെയും നിന്നെയും തകർക്കുവാനോ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുവാനോ നമ്മുടെ തലമുറകളെ മലിനപ്പെടുത്തുവാനോ നമ്മുടെ സമൂഹങ്ങളെ അഭിഷേകത്തിൽ കെടുത്തി കളയുവാനോ സാധിക്കുകയില്ല. വിശ്വസിക്കുന്ന ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, പരിശുദ്ധ കുർബാനയിൽ നിന്റെ ജീവിതം കെട്ടിയിടുക. പറഞ്ഞേ, പരിശുദ്ധ കുർബാനയിൽ കെട്ടണം. പരിശുദ്ധ കുർബാനയിൽ ജീവിതം കെട്ടണം. കുടുംബത്തെ കെട്ടണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കെട്ടണം. മാതാപിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, അതാണ് വചനം പറയുന്നത്. നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. വീണ്ടും നമ്മുടെ കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 6:35 എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. ശ്രദ്ധിക്കണമേ, എന്റെ അടുത്ത് വരുന്നവനെ, എന്റെ ശരീരം ഭക്ഷിക്കുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. ഈ ലോകത്തിന് നമുക്ക് പല പല വിശപ്പുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അംഗീകാരത്തോടുള്ള വിശപ്പ്, പണത്തോടുള്ള വിശപ്പ്, ലോകമോഹങ്ങളോടുള്ള വിശപ്പ്, ചിലർക്ക് സെക്സിനോടുള്ള വിശപ്പ്, അധികാരത്തോടുള്ള വിശപ്പ്. നമ്മുടെ വിശപ്പ് എന്തുമാകട്ടെ, കർത്താവ് പറയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന്റെ ശരീരം ആരെല്ലാം വിശ്വസിച്ച് ഭക്ഷിക്കുന്നുവോ അവർക്ക് വിശക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ഇത് വചനമാണ് സഹോദരങ്ങളെ. വീണ്ടും ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കില്ല. ഇത് കർത്താവിന്റെ വാക്കുകളാണ്.